ശിവ. ആ ആ എല്ലാരും എത്തിയല്ലോ. അല്ല, നിങ്ങളിതുവരെ ഒരുങ്ങിയില്ലേ? ഇതാണ് അഡ്രസ്. അല്ല, ഞാൻ റെഡിയായി നിൽക്കുക. പിന്നെ കല്യാണ പെണ്ണിനെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മാത്രം മതി. അത് ഞാൻ റെഡിയാക്കി എടുത്തോളാം. അയ്യോ, അത് വേണ്ട റാണി, ഞാൻ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരുങ്ങിക്കോളാം. ഈ കെട്ടും വെച്ച് ചെയ്യുമ്പോ കൈ അനങ്ങിയാലോ? അതൊക്കെ ഞാൻ വേണ്ട വിധത്തിൽ ചെയ്തോളാം. കല്യാണ പെണ്ണ് അനങ്ങാതൊന്ന് നിന്ന് തന്നാ മാത്രം മതി. അല്ലെങ്കിൽ തന്നെ കല്യാണ പെണ്ണിന് ഒരഭിപ്രായം പാടില്ലെന്നാ. മറ്റുള്ളവർ എന്ത് ചെയ്താലും എതിരഭിപ്രായമല്ല അത് അനുഭവിക്കാം. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിന് അത് ഉപകരിക്കും. അച്ഛനെ, ആ അപ്പൊ കാര്യങ്ങളൊക്കെ സെറ്റല്ലേ? അതൊക്കെ സെറ്റാണ്. ആ. എന്നാലും നീ ആ രജിസ്റ്റർ ഓഫീസിൽ പോയി അവിടെ ചില കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാനുണ്ട്. അത് മറ്റേ പ്യൂണ് ആ ദിനകരൻ ചേട്ടനുണ്ടല്ലോ, ആ പുള്ളിയുടെ അടുത്ത് പറഞ്ഞ് കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ അങ്ങ് ചെയ്തോണം. അയ്യോ ദാ. അയ്യോ, എന്റെ ആവശ്യത്തിന് കാശുണ്ട്. എന്നാലും ഇത് അങ്ങോട്ട് ഇരിക്കട്ടെ. അച്ഛനെ ഒരു കല്യാണമല്ലേ, എന്തെങ്കിലുമൊക്കെ ചെലവുണ്ടാവും. ആ എന്നാ പിന്നെ നീ വിട്ടോ, രജിസ്റ്റർ ഓഫീസ് വെച്ച് കാണാം. ആ പോയിട്ട് വാടാ. ശരി എന്നാ. അച്ഛനെ, സമയത്ത് അവിടെ എത്തിക്കണം. ആ അതൊക്കെ ഞങ്ങൾ എത്തിക്കോളാടാ. ആ എന്നാ പിന്നെ നമുക്ക് ഒരുങ്ങാനായിട്ട് പോയാലോ? വാ ഏട്ടാ. സമയത്ത് ചെന്നില്ലെങ്കിലേ മുഹൂർത്തം തെറ്റുവേ. എന്നാലും ഇന്നലെ രാത്രി നമ്മളെ തട്ടകത്തി കയറി അഭ്യാസം കാണിക്കാൻ ധൈര്യം കാണിച്ച ആരാണെന്നാ ഞാനീ ആലോചിക്കുന്നത്. എന്തായാലും അവൻ വരുത്തനാ. ശക്തമായ ആരുടെ പിന്തുണയും അവനുണ്ട്. ഇല്ലെങ്കിൽ ഇങ്ങനൊരു സാഹസത്തിന് ആരും നിൽക്കില്ല. അവൻ വന്നേറിയിരിക്കുന്നതേ വേലായുധന്റെ കുടുംബത്താ. വരട്ടെ. വേലായുധന്റെ മോടെ ദേഹത്ത് അവൻ കൈവച്ചിരിക്കുന്നത്. അവൻ എത്ര കൊമ്പത്തെ ആളായാലും അവൻ വിവരം അറിയണം. ശിവ, അവ ആരാണെന്ന് എനിക്കറിയണം. അത് നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ചേട്ടാ. തിരക്ക് പിടിച്ച് ഇപ്പൊ ഒന്നും ചെയ്യണ്ട, ആദ്യം കല്യാണം നടക്കട്ടെ. വന്നത് കൂലിക്കാരനാ, ലക്ഷ്യം മറ്റെന്തോ ആണ്. ആരായാലും എന്റെ മോളുടെ ചോരയ്ക്ക് ഞാൻ കണക്ക് ചോദിച്ചിരിക്കും. അവന്റെ ചോര ഞാൻ ഇവിടെ വീഴ്ത്തിയിരിക്കും. ചേട്ടൻ ഇതിൽ ഇടപെടണ്ട, ഇത് ഞാൻ മൂലം വന്ന പ്രശ്നമല്ലേ. കണക്ക് ഞാൻ തന്നെ തീർത്തോളാം.